നമസ്കാരം. പവർ പോയിന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 40 ദിവസങ്ങൾ പിന്നിടുകയാണ് തലസ്ഥാന നഗരിയിൽ ആശാപ്രവർത്തകരുടെ സമരം. കേന്ദ്രം ഒന്ന് പറയുന്നു, കേരളം മറ്റൊന്ന് പറയുന്നു. പക്ഷേ ഇതുവരെയും ഒരു സമവായത്തിലെത്താനോ ആശാപ്രവർത്തകരുമായി ചർച്ചയ്ക്ക് പോലും സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നതുമില്ല. അതിനിടയിലാണ് ആരോഗ്യമന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സന്ദർശന വിവാദവും. ചോദ്യം ഇതാണ്: എന്ന് തീരും ആശാ വർക്കർമാരുടെ ഈ ദുരിതം? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് കോൺഗ്രസ് പ്രതിനിധി ശ്രീമതി ഗായത്രി നായർ, LDF പ്രതിനിധി അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഒപ്പം തന്നെ സമരസമിതി നേതാവ്, സമരം ചെയ്യുന്ന ആശാപ്രവർത്തക ശ്രീമതി P. സതി എന്നിവരാണ്. ആദ്യം അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, 40 ദിവസം, കൃത്യമായി പറഞ്ഞാൽ 1.5 മാസത്തിലേക്ക് കടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സന്ദർശനമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ സിമ്പിളായി ചോദിച്ചാൽ എന്ന് ഈ ആശാപ്രവർത്തകർക്ക് വീട്ടിലേക്ക് പോകാൻ സാധിക്കും? നോക്കൂ ലിജിനെ, ഈ ആശാവർക്കർമാരുടെ കാര്യം വളരെ ഗൗരവമായി തന്നെ സംസ്ഥാന ഗവൺമെൻറ് എടുക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണുകയും, പക്ഷേ ഇന്നലത്തെ ചില അസൗകര്യം അദ്ദേഹം പറയുകയും, ഇന്ന് നിങ്ങൾക്കറിയാലോ പാർലമെൻറ്റിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഒരാഴ്ചക്കകം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ കാണും എന്നുള്ളത്. അങ്ങ് പറഞ്ഞതിൽ വസ്തുതാപരമായി തെറ്റുണ്ട് എന്നുള്ളതാണ്. കാരണം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിൽ പോയത് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാനല്ല എന്ന് അല്പസമയം മുൻപ് പറഞ്ഞത് MP ഗോവിന്ദനാണ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് ക്യൂബൻ ഡെലിഗേഷൻസിനെ കാണാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജ് അവിടേക്ക് പോയത്. പക്ഷേ അത് വസ്തുതാവിരുദ്ധമാണ്. അങ്ങ് പറഞ്ഞത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അതിന് പോയ അത് ഒരു കാര്യവും, രണ്ടാമത് ഇവരുടെ പ്രശ്നവും ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട നിങ്ങൾ ചാനലുകാരെല്ലാം സംസാരിച്ചായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട വീണ ജോർജ് ഈ 2 കാര്യത്തിനും വേണ്ടി തന്നെ പോയത്, വേറൊന്നുമല്ല. ആ സമയം നമുക്ക് ചോദിച്ചപ്പോഴത്തേക്കും എത്രയും പെട്ടെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രിയും കണ്ട് ഇവരെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് അത് ലഘൂകരിക്കണം, അല്ലെങ്കിൽ അവരെ സമരത്തിൽ നിന്നും മാറ്റണം എന്നുള്ള രീതിയിൽ തന്നെ പോയിട്ടുള്ളത്. നമുക്ക് ലിജിനെ ഇവിടെ വന്നത്തെ ഒരു പ്രശ്നം എന്താണെന്നാണ്, ഇപ്പം 40 ദിവസമായി എന്ന് പറഞ്ഞു. ഇപ്പം പല കാര്യങ്ങളും ഇപ്പം ആശാവർക്കർമാർക്ക് സതീദേവിക്ക് തന്നെ അറിയാം. ഇവർ ആദ്യം തുടങ്ങിയത് എന്ന് പറയുന്നത് 10 ആവശ്യങ്ങളായിട്ടാണ്. നമ്മളതിൽ 7 ആവശ്യവും അവർ പറഞ്ഞ പോലെ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം. അപ്പോൾ 7 ആവശ്യം അംഗീകരിച്ചിട്ടുണ്ട്. ഒരു കാരണം വെച്ചാൽ ഇതെന്ന് ലിജിനൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ വലിയൊരു കോൺട്രഡിക്ഷൻ എന്ന് പറയുന്നത്, ഇത് കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയാണ്. അറിയാലോ, ഈ ആശാവർക്കർ എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് ആദ്യം ഇപ്പോഴല്ല, ഇത് യഥാർത്ഥത്തിൽ വന്നത് പണ്ട് UPA സർക്കാർ ഇരുന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഇതാണ് ആശാവർക്കർമാരുടെ ഒരു കാര്യം. അതെന്ന് വെച്ചാൽ കേന്ദ്രം നമ്മളെ സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുവന്നില്ല. അവർ പൈസ മുടക്കാനില്ല, കേന്ദ്രം മുടക്കില്ല. അതുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് അവരുടെ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധാനമാണ് ആശ എന്നുള്ള ഒരു സംഗതി. അപ്പോൾ അത് അവർക്ക് തന്നെ അറിയാം. അന്നെന്ന് പറയുന്നത് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് താല്പര്യം ഇതെന്ന് പറയുന്നത് ആശാവർക്കർ ഇതൊരു തൊഴിലാളി ഇതല്ല, അല്ലെങ്കിൽ ഒരു സമയം നിശ്ചിതമായിട്ടുള്ള ഇതെന്ന് പറയുന്നത് സ്വയമേ അവർക്ക് ഏറ്റെടുത്ത് ചെയ്യേണ്ട ഒരു പദ്ധതിയാണ്. അപ്പോൾ ആ പദ്ധതിയിൽ എന്ന് വെച്ചാൽ പണ്ടൊന്നും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവിടെയായിട്ടൊക്കെ പോയി അവർക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ചെയ്യായിരുന്നു. അന്ന് പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുന്നപ്പോഴത്തേക്ക് അവർക്ക് 500 രൂപയും അത് കഴിഞ്ഞിട്ട് 900 രൂപ ആക്കിയതിന് ശേഷം, രണ്ടാമത് നമ്മളെ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഇവർക്ക് ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ 7000 രൂപ ഓണറേറിയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനുപരി ഇവർക്ക് ഇൻസെൻറ്റീവ് ഇട്ട് ഇവർക്ക് വേറെ എമൗണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവർ പറയുന്നത് വെച്ചാൽ ആ ഓണറേറിയം നമുക്ക് കൂട്ടണം. അത് കഴിഞ്ഞിട്ട് 62 വയസ്സുള്ള പിരിഞ്ഞു പോകുമ്പോൾ, ഇപ്പോൾ 62 എന്നൊരു കട്ട് റേറ്റ് വെച്ചിട്ടില്ല, അത് മാറ്റിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നമ്മളെ മന്ത്രി അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ ഇതിൽ അത് മാറ്റിയിട്ടുണ്ട്. 62 എന്ന് പറഞ്ഞാൽ അവർക്ക് പിരിഞ്ഞു പോകണ്ട, അവർക്ക് എത്ര കാലം വേണമെങ്കിലും അവർ ജോലി ചെയ്യാം. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ 62 വയസ്സ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു പെൻഷൻ പോലെ ഒരു 5 ലക്ഷം തരണം. ഈ പെൻഷൻ തരണമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയില്ല. കാര്യം ഇപ്പോൾ സംസ്ഥാന സർക്കാർ ജോലിക്ക് കയറുമ്പോൾ തന്നെ പെൻഷൻ കൊടുക്കുന്നില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോഴത്തെ പുതിയ പദ്ധതി അനുസരിച്ച് അതില്ല. അപ്പം ആ ഒരു കാര്യത്തിൽ ബാക്കിയെല്ലാം ഇവർക്ക് കൊടുക്കേണ്ടതാണ്, അത് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് പോകുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെ എന്ത് പറഞ്ഞാലും ശരി തന്നെ നമ്മളൊരു സാമ്പത്തിക ശേഷിയും കൂടി നമ്മൾ മനസ്സിലാക്കണം.
നമുക്കൊരു സർക്കാരിനെന്ന് പറയുന്നത് ഇവർക്ക് കൊടുക്കുമ്പോഴുള്ള ഒരു സാമ്പത്തിക ശേഷി വരണം. ആ സാമ്പത്തിക ശേഷിയും കൂടി ഉൾക്കൊണ്ട് വേണം നമ്മളൊരു പ്രഖ്യാപനത്തെ, അല്ലാതെ പ്രഖ്യാപനം മാത്രം നടത്തുകയും ഇവർക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ശരിയല്ല. നമുക്ക് ഇപ്പോൾ എന്ന് പറയുന്നത് ഇതുവരെ അവർക്ക് ഓണററിയം എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. ഏത് കൊടുക്കാതെ ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ. അവർക്ക് ഇതുവരെയൊക്കെ കുടിശ്ശിക ഇല്ല. നേരത്തെ ഈ സമരം ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് കുടിശ്ശിക വന്നിട്ടുണ്ടായിരുന്നു. ആ കുടിശ്ശികകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ആശാ വർക്കർമാർ നമ്മുടെ ഭാഗമാണ്. അത് എല്ലാവർക്കും അറിയാം. ഈ ആശാ വർക്കർമാരെ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ് LDF ഗവൺമെൻറ് പോകണമെന്ന് അവർക്ക് ഏറ്റവും കൂടുതൽ അവരെ മനസാക്ഷി അടിച്ച് ചോദിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ഈ LDF സർക്കാരാണ്. അത് മനസ്സിലാക്കണം. അപ്പം അവർക്കുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ ഈ സർക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മെഞ്ഞാന്ന് തന്നെ 2 ഇത് വിളിച്ച് NHMൻ്റെ ആൾക്കാർ വിളിച്ചിരുന്നു രാവിലെ. അത് പരിഹരിച്ചില്ല. ബഹുമാനപ്പെട്ട മന്ത്രി വിളിച്ചു. അവർ ഇന്നലെ തൊട്ട് ഇത് തുടങ്ങിയിരിക്കുകയാണ്. അത് അനിശ്ചിതകാല നിരാകര സമരം തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അത് നമുക്ക് ഈ സമരം തീർക്കണം എന്നുള്ള ഒരു നിശാബോധത്തോടുകൂടി തന്നെ അത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയവൽക്കരിക്കാതെ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകേണ്ട. ഇപ്പം എന്താ വെച്ചാൽ ഇപ്പം എല്ലാം രാഷ്ട്രീയവൽക്കരിച്ചത് നിങ്ങളുടെ നേതാക്കളാണ് രാഷ്ട്രീയവൽക്കരിക്കുന്നത്. നേതാക്കൾ അപമാനിക്കുന്നു. അടുത്ത് ഇന്ന് തന്നെ MP രാജേഷ് എന്താണ് പറഞ്ഞത്? അവരുടെ ധാർഷ്ട്യമാണ് ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതെന്ന് പറഞ്ഞാരാണ്? നിങ്ങളുടെ പ്രധാനപ്പെട്ട മന്ത്രിയാണ്. അല്ല, അദ്ദേഹം ആ ഉദ്ദേശത്തോടില്ല. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളെ സർക്കാർ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെന്നിട്ടുണ്ട്, ഈ ആശാ വർക്കർമാർക്ക് തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ട് നിൽക്കുന്ന ഇതിൽ നിങ്ങളൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. നിങ്ങൾ അല്പം സമയം തരൂ, നിങ്ങൾക്ക് ശരിയാക്കി തരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മന്ത്രിതല ചർച്ച നടത്തി അവരോട് പറഞ്ഞോ? ഈ സമരം ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിഗണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടില്ല എന്ന് ചോദിച്ചേക്കണം. പറഞ്ഞിട്ടുണ്ട്. എല്ലാ വാഗ്ദാനങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ട്. അതിൽ കുറച്ചധികം ഒക്കെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒരു സാവകാശം എടുക്കണം. അതാണ് ഈ സമരം നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇന്ന് MP രാജേഷ് ഈ നിയമസഭയിൽ പറഞ്ഞതും ഏതാണ്ട് അതേ ധ്വനിയുള്ള ഒരു വാക്കായിരുന്നു. ആശാ വർക്കർമാർക്ക് പൈസ കൂട്ടി തരത്തില്ല എന്നുള്ളൊരു പിടിവാശിയിൽ നിൽക്കുന്നത് സർക്കാരാണ് നമ്മുടെ കൂടെ മുഖം തിരിച്ച് നിൽക്കുന്നത്. അല്ലാതെ ഞങ്ങൾക്ക് യാതൊരു പിടിവാശിയില്ല. പിന്നെ സാറ് പറഞ്ഞു നമുക്ക് ടൈം എന്ന് പറയുന്നത് നമുക്ക് വേറെ ടൈമില്ലല്ലോ, എപ്പോഴും വേണം മറ്റ് ജോലി. പക്ഷേ ടൈമുണ്ട് സാർ. നമ്മൾ മിക്ക സെൻറ്ററിൽ 8 മണിക്ക് കയറി ഡ്യൂട്ടിക്ക് കയറിയാൽ 4 മണി വരെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി ചെയ്യുന്നത്. അത് ചിലയിടത്ത് 9 മുതൽ 4 മണി വരെ ആവാം, ചിലയിടത്ത് 8 മുതൽ 5 മണി വരെ ആവാം. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഒരിടം പോകാൻ പറ്റത്തില്ല. അതൊക്കെ ടൈമാണ്. മറ്റ് സമയങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എപ്പോഴും വേണം. പണ്ട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമുക്ക് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഫീൽഡിൽ പോയാൽ നമ്മൾ എത്ര വീട്, ഇപ്പം ലെപ്രസിയുടെ സർവേ കഴിഞ്ഞു, ശൈലി ആപ്പ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഞങ്ങളിപ്പോൾ നിർത്തിവെച്ചു. കാരണം 2ാം ശൈലിയാണ്. കോർപ്പറേഷനിൽ ഫസ്റ്റ് ശൈലി, പഞ്ചായത്തുകൾ 2ാം ശൈലിയാണ്. ഞങ്ങൾക്ക് 63 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ OTP പോകണം. OTP പോയിരുന്നാലേ അത് തിരിച്ചെടുത്തിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നമ്മൾ ഒരു വീട്ടിൽ 10 പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് ടൈം എടുക്കുന്നുണ്ട് ഇതിൽ. അവർ പറയുന്നത് നമുക്ക് എളുപ്പമുള്ള പണിയല്ല സാറേ, ഒരുപാടേറെ പാടുള്ള പണി തന്നെയാണ് ഞങ്ങളല്ലാതെ. പക്ഷേ ഇഷ്ടത്തോടു കൂടി വന്ന ജോലിയാണ്. പക്ഷേ ഇപ്പം കഷ്ടപ്പെടുന്നു, ഒരുപാടേറെ കഷ്ടം. പിന്നെ സാറ് പറഞ്ഞു നമുക്ക് പെൻഡിങ് തീർത്തത് സമരം വിളിച്ചിട്ടാണോ തരാനുള്ളത്? ആ തുക നമുക്ക് 7000 രൂപയുള്ളത് കറക്റ്റ് സമയത്തിന് ഇൻസെൻറ്റീവ് ആയിരുന്നാലും ഓണറേറി ആയിരുന്നാലും നമുക്ക് കറക്റ്റ് സമയത്ത് 5-ാം തീയതി എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 5-ാം തീയതിക്ക് മുന്നേ കിട്ടുമല്ലോ സാറേ. അപ്പോൾ നമ്മൾ ഈ പാവപ്പെട്ട ആശമാർക്ക് മാത്രം എന്തിനാണ് നമ്മുടെ ഈ പൈസ അവർ പിടിച്ചു വയ്ക്കുന്നത്? അങ്ങനെ തന്നിരുന്നു എങ്കിൽ, കറക്റ്റായിട്ട് തന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ നിരാഹാര സമരം വരെ എത്തില്ല. പിന്നെ സാറ് പറഞ്ഞു ഞങ്ങൾ നിരാഹാര സമരം, ഇന്നലെ വീണ ജോർജ് മന്ത്രിയും ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങോട്ട് പോയതാണ്. ഞങ്ങൾ 17-ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൻ്റെ അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ചതാ. നമ്മുടെ സദാനന്ദ സാർ അവിടെ വെച്ച് അല്ല ഉടൻ നമ്മൾ തീരുമാനിച്ചതല്ല. മന്ത്രി പോകുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ കയറി നിരാഹാരം ഇരുന്നതല്ല. അന്ന് അവിടെ പ്രഖ്യാപിച്ചതാണ്. ഞങ്ങൾ 20-ാം തീയതി മുതൽ നിരാഹാര സമരത്തിലോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനം അന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളതാണ്. ഒരുപാടേറെ ജോലിയുണ്ട്. പിന്നെ പിരിയുന്ന 62 വയസ്സ്. പിന്നെ സാറ് പറഞ്ഞു അത് ഇപ്പം അങ്ങനെ ഇല്ലല്ലോ എത്ര കാലം, പക്ഷേ അത് മരവിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓർഡർ. പക്ഷേ നിങ്ങൾക്ക് എത്ര കാലം ചെയ്യാം? നമ്മളൊക്കെ ആരോഗ്യം നഷ്ടപ്പെട്ട് വരുമല്ലേ സാറേ. അപ്പോൾ എത്ര നാൾ ഇങ്ങനെ ചെയ്ത് ഈ ആരോഗ്യ വകുപ്പിനോട് നമ്മൾ ചെയ്ത് ഈ രോഗികളായി നമ്മളങ്ങ് മരണപ്പെട്ടു പോകട്ടെ എന്നാണ്. അപ്പോഴത്തേക്കും നമുക്കൊരു വിലയില്ല, നമ്മുടെ ജീവൻ ഒരു വിലയില്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് തെറ്റായ ഒരു കാര്യമാണ്. ഞങ്ങളൊരു തെറ്റായ കാര്യം ചോദിച്ചില്ല. നമുക്ക് നമ്മുടെ കാലം വയസ്സായി വരുന്ന കാലത്ത് ഒരുപാട് അമ്മമാരുണ്ട് പ്രായം ചെന്ന്. അപ്പോൾ
അവർക്ക് വയസ്സായ കാലത്തൊന്ന് സമാധാനപരമായി വീട്ടിലിരിക്കുമ്പോൾ അവരുടെ മരുന്നും മറ്റു കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിരമിക്കൽ ആനുകൂല്യം എന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ ചോദിച്ചത്. ഞങ്ങളുടെയൊക്കെ മക്കളമാരും നല്ല ഉദ്യോഗസ്ഥയിൽ ഇരിക്കുന്നവരല്ല, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന, ഞങ്ങളെയൊക്കെ എൻ്റെ ഏജുകാരും അത് ഞങ്ങളുടെ കൂടെയുള്ള ഒത്തിരി പേരൊക്കെ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളാണ്, +2 പഠിക്കുന്നു, 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാരുടെ മാത്രം വിവാഹം കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പഠനത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മക്കളുള്ള അമ്മമാരും അച്ഛന്മാരും. പിന്നെ വീട്ടിൽ അച്ഛനമ്മമാരുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നു. കിഡ്നി പേഷ്യൻ്റുണ്ട്. പിന്നെ ഞങ്ങൾക്ക് റൂട്ടിൽ പോയാൽ ക്യാൻസർ പേഷ്യൻറ്റിനെ നോക്കണം, കിഡ്നി പേഷ്യൻറ്റ്, ലിവർ പേഷ്യൻറ്റിനെ, കിടപ്പ് രോഗികളെ നോക്കണം, ഗർഭിണികളെ നോക്കണം. പിന്നെ ഈ കുഞ്ഞു കുട്ടികൾ 1 വയസ്സിനകത്തുള്ള 1.5 വയസ്സിനകത്തുള്ള കുട്ടികളെ ഞങ്ങൾ നോക്കണം. പക്ഷേ ഞാൻ ഇന്നലെയും എൻ്റെ ഗർഭിണി, ഞങ്ങൾ ഇങ്ങനെ സമരത്തിൽ ഇരുന്നിട്ടും നമ്മൾ അവരാരെയും തള്ളിക്കളയുന്നില്ല. ഇന്നലെ എൻ്റെ ഗർഭിണികൾ 8 ഗർഭിണിയുണ്ട്, അവരെ അത്രയും പേരെ ഞാൻ മെസ്സേജ് അയച്ചാണ് ചോദിച്ചത്. ഇങ്ങനെ ഫോണിലൂടെ മെസ്സേജ് ആയിട്ട് സുഖമാണോ, ഇപ്പം എങ്ങനെയുണ്ട്. അപ്പോഴൊക്കെ അവർ തിരിച്ച് TV-യിൽ ഇന്നലെ ഞാനൊരു ചർച്ചയ്ക്ക് പോയപ്പോൾ അത് മാതൃഭൂമി ചർച്ച കണ്ടിട്ട് എന്നെ വിളിച്ച് ഒത്തിരി പേര്, ആൻറ്റി കണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തായി, അപ്പം നിങ്ങൾ കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങളെല്ലാം കഴിഞ്ഞ് വിജയിച്ച് വന്നാൽ മതി. സാധാരണ ജനങ്ങൾക്കറിയാം ഇവരെത്രത്തോളം ഈ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഈ നമ്പർ 1 കേരളം എന്നൊക്കെ കോവിഡിൻ്റെ കാലത്ത് ഇവർ കൊട്ടിഘോഷിച്ചതാണ്. വളരെ സുപ്രധാനമായൊരു പങ്ക് ഇവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ഇവരെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കും? നമ്മുടെ ആശാവർക്കർമാരുടെ സമരം ആരംഭിച്ചിട്ട് ഏകദേശം 40 ദിവസങ്ങളോളമായി. സ്ത്രീപക്ഷ ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്ന സർക്കാർ, വനിതകളുടെ വോട്ട് നേടി ഗവൺമെൻറ് വന്ന നമ്മുടെ സർക്കാർ, അതുപോലെ തന്നെ നമ്മുടെ കിറ്റുകൾ, കോവിഡ് സമയത്ത് കിറ്റുകൾ നൽകി വനിതകളെ കയ്യിലെടുത്ത സർക്കാർ, ആ സർക്കാരാണ് ഇന്ന് ഇത്രയും വനിതകളെ ഈ റോഡിൽ സെക്രട്ടേറിയറ്റ് നടത്തി നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഏകദേശം 40 ദിവസമായി ഈ മഴയത്തും മഞ്ഞത്തും വെയിലത്തും അടക്കം അവർ ആ റോഡിൽ നിന്ന് ആ മുദ്രാവാക്യങ്ങൾ വിളിക്കുമ്പോൾ പോലും നമ്മുടെ ഹൃദയം പൊടിയാണ്. നമ്മളൊരു വനിതയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഇവർ എന്താണ്, അവർ ചോദിക്കുന്ന എന്താണ്? മിനിമം വേതനം 700 രൂപ ഒരു മിനിമം വേതനമാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു 233 രൂപ കൊണ്ട് ഒരു കുടുംബം നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ആശാവർക്കറുടെ പറഞ്ഞു, അവർക്ക് അതുപോലും കിട്ടുന്നില്ല. ഗവൺമെൻറ് ഈ പറയുമ്പോൾ ശമ്പളങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പോലും ഒരു ജോലി ചെയ്ത് നമുക്ക് ആ കൃത്യസമയത്ത് ശമ്പളം കിട്ടില്ല, എങ്ങനെയാണ് നമ്മൾ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതുമാത്രമല്ല, അവിടെയുള്ള ആശാ വർക്കർമാരിൽ എന്താണ് ക്യാൻസർ പേഷ്യൻ്റ്, അതുപോലെ സുഖമില്ലാത്ത ഈ BP-ക്കും എല്ലാം മരുന്ന് കഴിക്കുന്ന ആശാ വർക്കർമാരുണ്ട്. കുടുംബത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം ചാനലിലൊക്കെ കണ്ടു, വീട് വരെ ജപ്തി ചെയ്യാൻ കണക്കാക്കി നിൽക്കുന്ന ആശാ വർക്കർമാരുടെ അവിടെയൊക്കെ പ്രയാസങ്ങൾ ഈ ഗവൺമെൻറ് കാണുന്നില്ലേ? എത്ര ദിവസം കൊണ്ടാണ് ഈ മന്ത്രി വീണ ജോർജ് ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പോയിട്ട് ക്യൂബയിലുള്ള ആൾക്കാരെ കാണുന്നതിന് വേണ്ടി പോയിട്ട് അവർ പറഞ്ഞത് എന്താണ്? നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യാൻ പോകുന്നു. കള്ളം പറ്റിച്ച് എത്ര പ്രാവശ്യം ഇവരെ ചർച്ചയ്ക്ക് അവിടെ വിളിച്ചിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് ഈ ഒരു കാര്യം, ഈ ചെയ്തുകൊണ്ടുപോകുന്ന കാര്യം വളരെ മോശമാണ്. മഹിളാ കോൺഗ്രസിനെ സംബന്ധിച്ച് മഹിളാ കോൺഗ്രസ് അന്നു മുതൽ ഇത്രയും ദിവസവും ഇവരോടൊപ്പം തന്നെ ഉണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ കണ്ടല്ലോ, അംഗൻവാടി ടീച്ചേഴ്സ് ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നുണ്ട്. ഈ പറയും പോലെ നമ്മുടെ പിണറായി വിജയൻ്റെ വീട്ടിൽ വരെ അതായത് നമ്മുടെ ക്ലിഫ് ഹൗസിൽ വരെ ഇത്രയും വലിയ ഈ ലിഫ്റ്റ് വരെ വയ്ക്കാൻ ലക്ഷങ്ങളാണ് മുടക്കുന്നത്. അതുമാത്രമല്ല, ഈ നമ്മുടെ ഇപ്പോഴത്തെ ഈ PSC ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളങ്ങൾ വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പൈസയില്ലേ? ചുമ്മാ എന്തിനാണ്? പണ്ടത്തെ പോലെ അല്ല, ഇന്ന് ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്. ഈ ആശാ വർക്കർമാർക്കൊന്നും വിദ്യാഭ്യാസമില്ലാന്ന് ഇടയ്ക്ക് ആൾക്കാർ പറയുകയുണ്ടായി. അവിടെയുള്ള ആശാ വർക്കർമാർ ഡിഗ്രിക്കാരാണ്, അല്ല BEd പഠിച്ചവരാണ്, അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. അതുകൊണ്ടാണല്ലോ അവർ പ്രതികരിക്കുന്നത്. പണ്ടത്തെ പോലെയല്ല, ഇന്ന് എല്ലാ ജനങ്ങളും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കോവിഡ് ടൈമിൽ പോലും ഇവരല്ലേ, നമ്മൾ പോലും വെളിയിലിറങ്ങാത്ത സമയത്ത് ഇവരെ എല്ലാ വീടുകളിലും, അതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ആർക്കാണ് കിട്ടിയിരുന്നത്? മുൻ മന്ത്രി ശൈലജ ഉൾപ്പെടെ അല്ലേ, നമ്പർ 1 കേരളം നമ്പർ 1 എന്ന് പറയുന്ന ശൈലജ ഉൾപ്പെടെ ആരോഗ്യരംഗത്ത് ഇപ്പോൾ വരുന്ന ഈ മന്ത്രി വീണ ജോർജ് പോലെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെയൊക്കെ പ്രവർത്തനം കൊണ്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും ഇവരുടെ വാദം ഖണ്ഡിക്കാൻ കഴിയില്ല. കാരണം ഈ സമരം തുടങ്ങിയതിന് ശേഷമാണ് പല മേഖലയിലും ശമ്പളം കൂട്ടിയത്, PSC ചെയർമാൻ്റെ അടക്കം. അപ്പോൾ ഈ സാധാരണക്കാരനെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, അതേസമയം മറ്റുള്ളവർക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്തു. അതുകൊണ്ട് ആ വാദം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റൊന്ന്, ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ സമീപനമാണ്. രണ്ടാമത്തെ ചർച്ചാ ഘട്ടത്തിൽ പറഞ്ഞത്, മഴ നനയരുത്, എൻ്റെ ആശമാരെ മഴയത്തും വെയിലത്തും നിർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയുടെ പേര് വീണ ജോർജ് എന്നാണ്. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ മാധ്യമങ്ങളെ കുറ്റം പറയുകയാണ്. മാധ്യമങ്ങളാണ് തെറ്റിദ്ധാരണ പടർത്തുന്നത് എന്നുള്ളത്. ഇതൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇത് ആരുടെ പദ്ധതിയാണ്? കേന്ദ്ര ആവിഷ്കരണ പദ്ധതിയല്ലേ? അവർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അത് ഏത് സർക്കാരായിരുന്നാലും ശരി തന്നെ, അത് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അപ്പം അവിടത്തുള്ള ഇൻസെൻറ്റീവ് അവരെന്ന് വെച്ചാൽ ഇൻസെൻറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. അവരുടെ പദ്ധതിയാണ്. ഇല്ലാന്ന് ആശാവർക്കർ സതി പറയിട്ട് ഏറ്റവും കൂടുതൽ ഇത് നടത്തുന്നത്
കേന്ദ്രത്തിന്റെ ആരോഗ്യ പദ്ധതിയാണ് ഇവർ നടത്തുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തിനാണ് നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ സംസ്ഥാനം കൊടുക്കുമെന്ന് വാഗ്ദാനം കൊടുത്തത്? ആ പ്രകടന പത്രികയിൽ കേന്ദ്രം കൊടുക്കുമെന്നാണോ പറഞ്ഞിരുന്നത്? നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞല്ലേ സാർ? കൊടുത്തിട്ടില്ലേ സാർ? നിങ്ങൾ അത് കൃത്യമായി കൊടുത്തിരുന്നുവെങ്കിൽ നിങ്ങൾ പറയുന്നത് പോലെ ആയിരുന്നു കാര്യങ്ങളെങ്കിൽ ഇന്ന് അവർക്ക് തെരുവിൽ എത്ര രൂപ കൊടുക്കുന്ന പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്? എത്രയാണ് പറയും? നിങ്ങൾ പറയും. ഇല്ലല്ലോ, അങ്ങനെ പറഞ്ഞിട്ടില്ലോ. ഇവർ കൊടുക്കുന്നു. അത് ഘട്ടഘട്ടമായിട്ട് കൂടുതലാക്കിയാണ് ഇവർക്ക് 7,000 രൂപ ആയിട്ടുള്ളത്. നോക്ക്, 2,000 രൂപ കേന്ദ്ര ഗവൺമെൻറ് എണ്ണം. ആ പൈസ ഇന്നുവരെ തന്നിട്ടില്ല. ആ 900 കോടിയിൽ 150 കോടി രൂപ ഇവരുടെ ബാക്കിയുള്ള കാര്യം കിറ്റുകളും ബാക്കിയുള്ളതും തന്നിട്ട് ബാക്കിയുള്ള രൂപ ഇന്നതല്ല. ഇപ്പം പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി, ജോയിൻറ്റ് സെക്രട്ടറി, നമ്മളെ കേരളത്തിലെ ആരോഗ്യമന്ത്രിയുടെ സെക്രട്ടറി അടുത്ത് പറഞ്ഞിരിക്കുന്നു പറഞ്ഞില്ല. 2023-24 ലാപ്സായി പോയി. എങ്ങനെ ലാപ്സായി പോയത്? നമ്മൾ നടപ്പിലാക്കാത്തതുകൊണ്ടല്ല, അവർ പറയും പോലെ. എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് നമ്മളൊരു പൈസ തന്നാൽ നമ്മളെ വീടുകൾ വയ്ക്കുക പോലെ വെറും 70,000 രൂപ തന്നിട്ട് 4 ലക്ഷം രൂപ വരെ വീട് കൊടുക്കുമ്പോൾ ബാക്കിയെല്ലാം കേരള ഗവൺമെൻറ് കൊടുക്കുമ്പോഴത്തേക്ക് അവരുടെ വയ്ക്കണം, പ്രധാനമന്ത്രി വയ്ക്കണം, പ്രധാനമന്ത്രി പറയുന്ന അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന കളറടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ പറഞ്ഞു. അപ്പോഴും കേരള ഗവൺമെൻറ് പറയില്ല നമ്മളത് വയ്ക്കണമെന്ന് പറയില്ല. അവർക്ക് അങ്ങനെ ഒരു വീട് പാവപ്പെട്ടവർക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ചേർന്ന് കൊടുക്കുക. നിങ്ങൾ എത്ര തട്ടു? അവർ നിങ്ങൾ 70,000 രൂപ ആയിട്ട് ബാക്കി രൂപ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മളെ പേര് വയ്ക്കണ്ട. അവർക്ക് മാന്യമായി അത് കിടന്ന് ഉറങ്ങിയാൽ മതി. ആ വീട് വെച്ചത് ഗവൺമെൻറ് ഒന്നും പറയണ്ട, അത് നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയല്ല, അവരൊക്കെ അതില്ല. ഒരു 100 രൂപ ചിലവാക്കണമെങ്കിൽ വെറും 40. ഇപ്പം ഇവരൊക്കെ അറിയാം. ആശാവർക്കർ അവർ 100 രൂപ ചിലവാക്കണമെങ്കിൽ അതിൽ 40% മാത്രമേ അവരുള്ളൂ. ബാക്കി 60% ചെയ്യുന്നത് കേരള ഗവൺമെൻറ്റാണ്. ആ കേരള ഗവൺമെൻറ് പൈസയാണ് കൊടുക്കുന്നത്. ആ കേരള ഗവൺമെൻറ് പൈസ കൊടുത്തിട്ടാണ് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഇത് പറയാണ്, നിഷ്കർഷിക്കുകയാണ്. നമ്മൾ പറയും പോലെ ഇതൊക്കെ ചെയ്യണം. അതുകൊണ്ട് ചെയ്യാത്തതുകൊണ്ടാണ് 2023-24 പൈസ നമുക്ക് തരാതെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്ത് അവർക്ക് വന്നെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട പൈസകളിൽ നമുക്ക് വരുമല്ലോ. അവർ തന്നില്ല എന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ് 2,000 രൂപ തന്നില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കാതിരുന്നില്ല. ചോദിച്ചു നോക്കൂ. ശരി, അതായത് നിങ്ങളുടെ കൈവശം എല്ലാ കണക്കുകളും ഉണ്ട് എന്നാണ് അങ്ങ് പറഞ്ഞു വരുന്നത്. കേന്ദ്രവും കേരളവും ചെലവാക്കുന്ന കണക്കുകളെല്ലാം ഉണ്ട്. ഈ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ധനമന്ത്രിയെ കാണാൻ പോയി. അന്ന് ധനമന്ത്രി ചോദിച്ചൊരു കാര്യമുണ്ട്, ഇതിന്റെ കൃത്യമായ കണക്കുകളുണ്ടോ എന്നാണ്. കൈമറത്ത് തിരികെ പോരേണ്ടി വന്നു. അതിനുശേഷം മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത്? പുട്ട് നല്ലതായിരുന്നു, കടല നന്നായിരുന്നു എന്നുള്ള വാദങ്ങൾ പറഞ്ഞ ഒരു വ്യക്തിയുടെ പേര് KV തോമസ് ആണ്. അത് നിങ്ങളുടെ പ്രത്യേക പ്രതിനിധിയാണ്. അതായത് നിങ്ങളുടെ കൈവശം കണക്കുകൾ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നു, പക്ഷെ അത് കൃത്യമായി നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് ഈ കള്ളത്തരം ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഇത് കഴിഞ്ഞ ചർച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഞാൻ രുചിന് എത്തിയത് കൃത്യമായ കണക്കും അതുപോലെ കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ജോയിന്റ് സെക്രട്ടറി നമ്മളെ കേരള ഗവൺമെന്റിന്റെ സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള ആരോഗ്യ സെക്രട്ടറിക്ക് അയച്ചിട്ടുള്ള കത്തുകൾ നമ്മൾ വേണമെങ്കിൽ ഞാൻ വിട്ടുതരാം. അല്ല അദ്ദേഹം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പോയിട്ട് നമ്മൾ ഏറ്റവും വലിയ ദുരന്തം വരെ നമുക്ക് ഇപ്പം നടന്നിട്ടുള്ളത് ഇടുക്കിയിൽ നടന്നിട്ടുള്ളത് അത് വയനാട് നടന്നിട്ടുള്ള ഒരു പൈസ തന്നിട്ടുണ്ട്. ഒരു പൈസ നിങ്ങൾ പ്രധാനമന്ത്രിയൊക്കെ വന്നുകൂടെ നിന്നപ്പോഴത്തേക്കും കൊച്ചിനെ ലാളിച്ചപ്പോഴും എല്ലാം നമ്മൾ വിചാരിച്ചു ഇപ്പം വല്ലതൊക്കെ കിട്ടുമെന്ന്. തന്നിട്ടുണ്ടോ? എന്നിട്ട് തന്നിട്ടുള്ള പൈസ എന്താണ്? ഇപ്പം ഒരു 551 കോടി തന്നിട്ട് പറഞ്ഞ് മാർച്ച് 31 മുമ്പ് തീക്കുന്നു. കോടതി ഇടപെട്ടില്ലേ? അവരെന്താണ് പറഞ്ഞത്? ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞ കാര്യം പറഞ്ഞു തരാം. അവർ പറഞ്ഞത് ഈ പോകുന്നതിന് തലേ ദിവസമാണ് കൊടുത്തത് എന്നുള്ളത്. അതായത് 19 ഉച്ചയ്ക്കാണ് മെയിൽ അയച്ചത്, അതായത് അനുമതി നേടിക്കൊണ്ട് മെയിൽ അയച്ചത് എന്നാണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ അത് പുറത്തുവിട്ടത് 18 അയച്ച കത്തിൻ്റെ പകർപ്പാണ്. ഇതാണ് ആരോഗ്യമന്ത്രിയുടെ കാര്യം. ആ ആരോഗ്യമന്ത്രിയെ നമ്മൾ വിശ്വസിക്കണം. പിന്നെ മറ്റൊന്നങ്ങ് പറഞ്ഞു, കേരളത്തിലെ മന്ത്രിയല്ലേ, അവിടെ ചെല്ലുമ്പോൾ എന്തുകൊണ്ട് കണ്ടുകൂടാ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ഈ 3.5 കോടി ജനങ്ങളുടെ മാത്രം മന്ത്രിയല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മുഴുവനും ആരോഗ്യമന്ത്രിയാണ്. സ്വാഭാവികമായും പാർലമെന്റ് സെഷൻ നടക്കുന്ന സമയമാണ്, സ്വാഭാവികമായും അതിനുള്ള പെർമിഷൻ വേണം. BJPയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, രാജ്യസഭാ ഉപാധ്യക്ഷൻ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട റോൾ അദ്ദേഹത്തിന് അവിടെയുമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പെർമിഷൻ ഇല്ലാതെ പോകണം എന്ന് ഈ കേരള ആരോഗ്യമന്ത്രി ആരാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്? സാധാരണ ഒരു കോമൺ സെൻസ് ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളൊക്കെ 100% അദ്ദേഹം വലിയ ബിസി മാനാണ്. നിങ്ങൾ പറഞ്ഞ പാർട്ടിയുടെ ചാർജ് ഉള്ളവനാണ്. അതുപോലെ 3.5 കോടി ഇന്ത്യ ജനങ്ങളുടെ ഒരു ആരോഗ്യമന്ത്രി ശരിയാണ്. പക്ഷേ നമ്മൾ പോണത് അതിൽ നിന്നും വളരെ അത്യാവശ്യമുള്ളൊരു കേസിൽ, അത് കേരളത്തിൻ്റെ മാത്രമല്ല
ആശാവർക്കർമാർ ഇപ്പം തന്നെ എല്ലാ സ്ഥലത്തും അങ്ങനെ ബോധോദയം ഉണ്ടാകാൻ ആരോഗ്യമന്ത്രിക്ക് 40 ദിവസം വേണ്ടി വന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ആശാവർക്കർമാർ സമരം തുടങ്ങിയിട്ട് 40 ദിവസം കഴിയുന്നുള്ളേ. ആ സമയത്ത് 30 ദിവസം കഴിയുമ്പോഴാണോ ആരോഗ്യമന്ത്രിക്ക് തോന്നുന്നത് ഇത് വളരെ ഗൗരവമായ വിഷയം എന്ന് തോന്നുന്നത്? ജിജിന് വേറെ കേസ്. ഇപ്പൊ കേരളത്തിലെ മാത്രമുള്ള ആരോഗ്യമന്ത്രി ഇന്ത്യ സംസ്ഥാനത്തിലെ എല്ലാ ആശാവർക്കർമാരും സമരത്തിലേക്ക് ഇപ്പം പോയിക്കാണ്. കാര്യം വെച്ചാൽ എല്ലാ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളിലും ഇന്നാ നാളെ ആയിട്ട് സമരം നടത്തുകയാണ്. കാര്യം എന്താണ്? അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടില്ല. അതാരാണ് ചെയ്യേണ്ടത്? കേന്ദ്ര ഗവൺമെൻറ്റാണ്. അങ്ങനെയാണെങ്കിൽ അത് സംസ്ഥാന ഗവൺമെൻറ്റിന് എതിരായിട്ടല്ലേ വരുള്ളൂ. അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും അങ്ങ് സമീകൃതിരിക്കേണ്ട. കാരണം കർണാടകയിലുള്ള അവസ്ഥയല്ല കേരളത്തിൽ, തെലങ്കാനയിലുള്ള അവസ്ഥയല്ല കേരളത്തിൽ, നിങ്ങൾ പറഞ്ഞ ത്രിപുരയും സിക്കിമും ഉള്ള സംസ്ഥാനത്തെ അവസ്ഥയല്ല കേരളത്തിൽ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളുമായി മറ്റ് സംസ്ഥാനങ്ങളിലും കാട്ടി ഏറ്റവും കൂടുതൽ സുഗമമായി പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനമാണ്. സുഗമമായി പ്രവർത്തിക്കുന്നു, അമിത ജോലി ഭാരവും ഉണ്ട്. അതനുസരിച്ചിട്ടുള്ള ഓണറേറിയമോ ശമ്പളമോ അവർക്ക് കൊടുക്കുന്നുണ്ടോ? അതാണ് ചോദ്യം. അത് ചോദിക്കുമ്പോൾ നിങ്ങൾ കൈമലർത്തുന്നു. ഞാൻ പറഞ്ഞു ഇവരിപ്പോ നേരത്തെ വന്നു വെച്ചാൽ ഇവർക്ക് ഈ ഓണറേറിയം ഇല്ല, അവർക്ക് കിട്ടേണ്ട ഒരു ഈ വിഹിതം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർക്ക് കുറെ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. ആ ക്രൈറ്റീരിയയിൽ അവർ ഈ ഇപ്പൊ വന്നപ്പോഴത്തേക്ക് അത് സംസാരിച്ച് നമ്മൾ സെറ്റിൽ ചെയ്തില്ല. അങ്ങനെ ലഘൂകരിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ ഈ പറയുന്നത് പോലെ ക്രൈറ്റീരിയ ഒക്കെ ലഘൂകരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ടുണ്ടോ കാര്യങ്ങൾ ഇപ്പോൾ? ഇല്ല സാർ, അത് ഈ ക്രൈറ്റീരിയയിൽ മാറ്റം വരുത്തി എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം എടുത്ത് ഇൻസെൻറ്റീവിലോട്ട് ഇട്ടേക്കുവാണ് ഇപ്പം. അപ്പോൾ ആ ഇൻസെൻറ്റീവിൽ ആ പറഞ്ഞിട്ടുള്ള ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ 7000-ൽ 3500 വെട്ടിക്കുറയ്ക്കും. ഇതാണോ സാർ മാറ്റം? അങ്ങനത്തെ ഒരു ഇതാണ്. ഞങ്ങളതൊന്ന് പേപ്പർ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തകരാണ്, അവരുടെ പ്രതിനിധിയാണ് സംസാരിക്കുന്നത്. ഇതിനനുശേഷം വന്നതാണ്. ഇല്ല സാർ, ആ ചർച്ചയ്ക്ക് പങ്കെടുത്ത ഒരു വ്യക്തിയുടെ പ്രതിനിധിയാണ് സാർ, അവരുടെ പ്രതിനിധിയാണ് നമ്മുടെ NHM പോയി ചർച്ച ഇപ്പൊ ഈ ഇടയ്ക്ക് വന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ആദ്യം 5 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ അവരുടെ മറ്റ് പാർട്ടിയുടെ സമരത്തിൽ അത് ഞങ്ങൾ പിൻവലിച്ചു. ഇപ്പം ഞങ്ങൾക്ക് മൊത്തത്തിലെ ക്രൈറ്റീരിയ മാറ്റി. പക്ഷെ അത് വരുന്നത് ഞങ്ങൾ നോക്കുമ്പോൾ അത് ഇൻസെന്റീവിലോട്ട് അത് ഇട്ടേക്കുവാണ്. ആ ഇൻസെന്റീവിൽ നമ്മൾ അത്രയും പണി ചെയ്തില്ല, പകുതി പൈസ അതെ 3500 രൂപ കട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഏതെങ്കിലും ഈ ക്രൈറ്റീരിയയിൽ ഇപ്പം നമ്മൾ ക്രൈറ്റീരിയ പറയേണ്ടത് മുന്നേ അങ്ങനെ കട്ട് ചെയ്ത് പിന്നെ സാറ് പറഞ്ഞായിരുന്നു നമുക്കിപ്പോൾ പൈസ കൂട്ടിയില്ല. ഈ 7000 രൂപ കൂട്ടിയിട്ട് വർഷങ്ങളായി. പിന്നെ ഇവർ തന്നെയാണ് ഭരണം ഉള്ളപ്പോൾ തന്നെയാണ് 700 രൂപ മിനിമം വേതനം കൊടുക്കണം എന്നുള്ള ഇത് പട്ടിക ഉണ്ടാക്കി വെച്ചിരുന്നത്. അത് വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ 700 രൂപ വെച്ച് നോക്കുമ്പോൾ ഒരു മാസം 21,000 രൂപ ആവുന്നില്ലേ സാർ? അത് ഞങ്ങൾ ചോദിച്ചത്. നമ്മൾ കാരണമാണല്ലോ ഈ ആരോഗ്യവകുപ്പ് ഒന്നാം നിലയിൽ എത്തിയത്. അപ്പം നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ വേതനം നമ്മൾ ഈ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ചോദിക്കുന്നതായിട്ട്. പിന്നെ പകർച്ചവ്യാധികൾ വന്ന സാർ ആ 10 വീട് നമ്മൾ 50 വീട് 50 വീട് ചുറ്റുവട്ടമുള്ള 50 വീട് നമ്മൾ സർവേ ചെയ്യണം. അതെന്തൊക്കെ അതിൽ പല അസുഖങ്ങളുണ്ട്. പകർച്ചവ്യാധി എന്ന് പറയുമ്പോൾ പല അസുഖങ്ങളുണ്ടാകും. പിന്നെ ഫൈലേറിയ ഉണ്ട്. നമ്മൾ ഇതിന് ടെസ്റ്റ് ചെയ്യണം. അത് 8 മണിക്ക് ശേഷമാണ്. അത് എത്ര മണി വരെ നീളുമോ അതനുസരിച്ച് നമ്മളവിടെ നോക്കണം. പിന്നെ കൊതുകിനെ പിടിക്കാൻ രാവിലെ വരും. അതും നമ്മൾ അവരുടെ കൂടെ എത്ര സമയം വേണം സാറുമാരോടെ നിന്ന് അയക്കണം. പിന്നെ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ ചർച്ചയ്ക്ക് ഞങ്ങളുടെ കൂടെ ഉള്ളവരെ വിളിച്ചപ്പോൾ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടേ മന്ത്രി നമ്മുടെ ആവശ്യമായിട്ട് ഡൽഹിക്ക് പോവുള്ളൂ, കേന്ദ്രമന്ത്രിയെ കാണാം. പക്ഷേ ഞങ്ങളറിയുന്നില്ല. അന്ന് വൈകിട്ട് തന്നെ പറയുന്നു പിറ്റേന്ന് മന്ത്രി ഡൽഹിക്ക് പോവുകയാണ്. അപ്പം നമ്മളോട് എന്താണ് പറഞ്ഞത്, അവിടെ എന്താണ് നടന്നത്? അപ്പോൾ നമ്മുടെ ആവശ്യത്തിനല്ല, യഥാർത്ഥം പറഞ്ഞാൽ മറ്റാവശ്യങ്ങൾക്കായിരിക്കാം മന്ത്രി പോയത്. നമ്മുടെ ആശാവർക്കറുടെ ആവശ്യത്തിനായിട്ടല്ല മന്ത്രി പോയത്. പിന്നെ ടൈം ഇപ്പം തന്നെ പറയുന്ന ആരും വെയിൽ കൊള്ളരുത്, ആരും വെയിൽ കൊള്ളരുത്. ഇപ്പോഴത്തെ വെയിൽ അങ്ങനെയാണ്, അസുഖങ്ങൾ പലതും വരുന്നു. അപ്പം നമ്മൾ ആശാവർക്കർ വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ലേ? അപ്പോൾ നമുക്കെന്തോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു ചട്ട മാതിരി ഇരുമ്പ് ചട്ട പോലെ നമുക്ക് എന്തെങ്കിലും ഒന്ന് തന്നിട്ടുണ്ടോ? നമ്മൾ വെയിലുകളെ നമുക്ക് പൊള്ളലേക്കാം. ഞങ്ങളുടെ എത്ര സഹോദരിമാർക്കെന്ന പൊള്ളലേറ്റത്, എത്ര പേർക്ക് അസുഖങ്ങളൊന്നും പനിയെ വന്ന് എല്ലാം വന്ന് തുറന്ന് പറയുന്നത് സാർ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവിടെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ. അപ്പോൾ പല ആവശ്യങ്ങളുണ്ട്, കാരണം ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടെന്ന് ഓരോരുത്തർ അനുഭവിക്കുന്നത്. നമ്മുടെ ഈ വേദനയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള സമരം ആയതുകൊണ്ട് എല്ലാ പേരും അത് ഉൾക്കൊണ്ട് സമാധാനത്തോടെ അവിടെ ഇരിക്കുന്നത്. അത്രയ്ക്കേറെ പ്രയാസമുണ്ട് സാർ. കാരണം നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ മൈഗ്രെയിൻസ് അവരെ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം. കാരണം അതിലെത്ര കുട്ടികളുണ്ട് ഇമ്മ്യൂണൈസേഷൻ എടുക്കുന്നവർ, അവരെത്ര, കാരണം ഇവിടെ വന്നിട്ട് അവർ പോകുന്നവരാണോ എങ്ങനെയുള്ളവരാണോ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം. അത് കാരണം പല സ്ഥലത്ത് നിന്നും വന്നിരിക്കും. കാരണം അതിൽ പല കുറ്റങ്ങളുള്ളവരോ വേറെ എന്തെങ്കിലുമുള്ള പ്രശ്നങ്ങളുള്ളവരുണ്ട്.
അപ്പോൾ അവരെ നോക്കണം. ചെറിയ കുട്ടികളാണ്, പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കണം. അപ്പോൾ പലയിടത്തും നമുക്ക് ജോലി കുറവെന്ന് സാറ് പറഞ്ഞത് ശരിയല്ല. മുന്നേ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നത്, ഞാനൊരു ദന്തൽ ക്ലിനിക്കിൽ റിസപ്ഷനിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. പക്ഷേ ഈ ജോലി ഭാരം കൂടിയപ്പോൾ എനിക്കത് പോകാൻ പറ്റിയില്ല. പറഞ്ഞതുപോലെ ഈ പോലീസിനെ ഉപയോഗിച്ച്, അതായത് ഇവർ ഈ സമര സമയത്ത് മഴ നനയുന്ന ആ ഒരു ടാർപോളിൻ കെട്ടി അതുപോലും അഴിച്ചെടുക്കാൻ വേണ്ടി പോലീസ് വരുന്നു. ഈ സമരത്തിലൂടെ കടന്നു വന്ന ഒരു സർക്കാർ എന്ന് പറയുന്നു, ഇടതുപക്ഷം എന്ന് പറയുന്നു. പക്ഷേ ഈ സമരങ്ങളോട് പോലും ഇവർക്ക് അസഹിഷ്ണുതയാ, സ്ത്രീകളോട് പോലും ഈ പറയുന്നത് പോലെ പരാക്രമം കാണിക്കുകയാണ്. ഈ ആശാവർക്കറുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് ബിന്ദു, നേതാവായ ബിന്ദു, അതുപോലെ മിനി ചേച്ചി പോവുകയുണ്ടായി. അപ്പോൾ വീട്ടിലേക്ക് കടത്തിവിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മഹിളാ കോൺഗ്രസ് ഒരു മാർച്ച് നമ്മുടെ വീണ ജോർജിൻ്റെ വീട്ടിലേക്ക് നടത്തി. അത് ബാരിക്കേഡ് കൊണ്ട് തടഞ്ഞ് ഈ പറയുമ്പോൾ വനിതകളടുത്ത് ചെയ്യുന്ന ക്രൂരതയാണ് പോലീസുകാർ. കാരണം ഈ 8 റൗണ്ടൊക്കെയാണ് നമ്മളെ നേർക്ക് ജലഭീരങ്കി അവരടിച്ചത്. ഈ വനിതകളെന്ന് പറയുന്നത് എന്താണ്, വലിയ ആരോഗ്യമുള്ളവരൊന്നും അല്ല. ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ പോലും തെറിച്ച് വന്ന് വീഴുന്നവരാണ്. ഈ പറഞ്ഞ മരണം വരെ നമുക്ക് സംഭവിക്കും. കാണുന്ന ഒരു സുഖമൊന്നും ഇല്ല ജലഭീരങ്കി അടിക്കുമ്പോൾ. അത് അവർ അത്രയും ക്രൂരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ വനിതകൾ രാത്രി മഴ പെയ്ത സമയത്ത് അവർക്കൊന്ന് ഒതുങ്ങിക്കൂടാൻ വേണ്ടി ഒരു ആ ഷെഡ് വലിച്ചു കെട്ടിയപ്പോൾ പോലീസ് രാത്രി ഒന്ന് അഴിക്കുകയാണ് ചെയ്യുന്നത്. ഈ പറയുമ്പോൾ ഈ LDF സർക്കാർ അല്ലെങ്കിൽ നമ്മുടെ CPM സർക്കാരെന്ന് CPMകാരെന്ന് പറയുന്നത് സമരമുഖങ്ങളിൽ ഒരുപാട് അല്ലേ, നമുക്കെല്ലാവർക്കും അറിയാം, സമരമുഖങ്ങളിലൂടെ കടന്നു വന്നവരാണ് അവർ. അപ്പം വനിതകളാണെന്ന് പോലും അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഒരു കാര്യമില്ലാതെയാണ് ക്രൂരമായിട്ടാണ് വനിതകളോട് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഈ രാത്രി എന്ന് പറഞ്ഞാൽ പെരുമഴ നമ്മളെല്ലാവരും കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെയാണ്. പുലർച്ചെ 3 മണിക്കാണ്. 3 മണിക്ക് അത് ഏജ്ഡ് ആയിട്ടുള്ള അമ്മമാർ വരെ അതിനകത്തുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ വളരെ ക്രൂരമായിട്ടാണ് വനിതകൾ പോലും ഈ വനിതകളുടെ പേര് പറഞ്ഞ് കടന്നു വന്ന ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ ഒരു ഭാഗത്ത് നിന്നും ഈ സമരത്തിന് പിന്നെ തീർച്ചയായിട്ടും ഈ 40 ദിവസവും മഹിളാ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണ പിന്തുണ. അതിപ്പോൾ ഇനി ഈ ആശാ വർക്കർമാരായാലും അംഗൻവാടി ടീച്ചേഴ്സ് ആയാലും അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ശ്രീമതി സതി, അവസരമായി ഈ എന്തായാലും അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമാന്യമായിട്ടുള്ള ആവശ്യങ്ങളാണ്, അല്ലാതെ വലിയ അവകാശങ്ങളൊന്നുമല്ല. എന്നിരുന്നാൽ പോലും അത് നിവൃത്തിയാക്കുന്നത് വരെ സമരമുഖത്തുണ്ടാകും. അത് ഈ അനിശ്ചിതകാല നിരാഹാരം എന്നല്ല എന്തായാലും ഉണ്ടാവും സാർ. ഇനി ഈ സമരം നമ്മൾ വിജയിച്ചിട്ടേ പോവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്ര കഷ്ടപ്പെട്ടാണ് ഇതിലോട്ട് ഈ സമരം ഇത്രത്തോളം നീളുമെന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ രാപ്പകൽ സമരമെന്ന് പറഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം, പക്ഷേ നമ്മുടെ ഈ സർക്കാർ തന്നെയാണ് നമ്മൾ ഇത്രത്തോളം നീട്ടി നിരാഹാരത്തിലോട്ട് കൊണ്ടുപോയത്. പക്ഷേ മന്ത്രിക്ക് പറയണം, മാഡത്തിന് ഒന്ന് പറയണം, മാഡം പറയുമല്ലോ നിങ്ങൾ എൻ്റെ ആശമാരെ ഞാൻ ചേർത്ത് പിടിക്കുകയാണെന്ന്. എവിടെയാണ് ചേർത്ത് പിടിച്ചത്? ഒരു ദിവസം അവിടെ വന്ന് ഞങ്ങളോട് ഒന്ന് തുറന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഇങ്ങനെ ആവില്ല. അപ്പം ഞങ്ങൾക്കൊരു സമാധാന സന്തോഷം, നമ്മുടെ മന്ത്രി എന്തായാലും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത് സത്യം തന്നെയാണ്. പക്ഷേ ഇല്ല, അങ്ങനത്തെ ഒരു ചേർത്ത് പിടിക്കൽ ഇത്രയും ദിവസം ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയും വയ്ക്കാൻ പറ്റില്ല. ചിലപ്പം ഉണ്ടാവുമായിരിക്കും, ചിലപ്പോൾ ഇല്ലാവുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് സമരം പരിഹരിക്കപ്പെടണം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടണം. അത് കേരളത്തിൻ്റെ ആവശ്യമാണ്, ആശാവർക്കർമാരുടെ മാത്രം ആവശ്യമല്ല. ജയ് ഹിന്ദ്.